ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയാലോ. കറികളൊന്നും വേണ്ട ഈ ഒരു പുട്ട് കഴിക്കാൻ. വെറുതെ ഈ പുട്ട് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം. കറികളൊന്നും വേണ്ടാത്ത ഈ പുട്ട് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പാൽപുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പാൽപുട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ട് രീതിയിൽ തയ്യാറാക്കാം. നമ്മൾ ഇന്നിപ്പോൾ പാല് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. പാല് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, തിളപ്പിച്ച് ചൂട് മാറിയ പാല് ചേർക്കുക കേട്ടോ. ഇല്ലാതെ തിളപ്പിക്കാത്ത പാല് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് പാൽപുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 കപ്പ് തന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച പാലാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് നനച്ച് വയ്ക്കാം. പുട്ടുപൊടി നനയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ നനയ്ക്കണം കേട്ടോ. നമ്മൾ സാധാരണ പുട്ടുപൊടി എങ്ങനെയാണോ നനയ്ക്കുന്നത് ആ രീതിയിൽ, വെള്ളം തളിച്ചാണ് പുട്ടുപൊടി നനയ്ക്കുന്നതെങ്കിൽ ആ രീതിയിൽ, ഞാനിവിടെ വെള്ളം ഒഴിച്ചാണ് പുട്ടുപൊടി നനയ്ക്കുന്നത്. അതിന് പകരമായിട്ട് പാലൊഴിച്ച് പുട്ടുപൊടി നനയ്ക്കുന്നു എന്ന് മാത്രം. ഉപ്പ് ചേർക്കണ്ട. ഇതിന് ഒരു 20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോഴാണ് എൻ്റെ പുട്ടുപൊടി കറക്റ്റ് ആവുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ക്യാരറ്റ് വലിയ ഹോളുള്ള ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിലൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി മതി കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര വേണം എന്നുള്ളത്. ഞാനിപ്പോൾ കുറച്ച് നെയ്യേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതുണ്ടല്ലോ, നെയ്യ് നന്നായിട്ട് ചൂടായി പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതിൻ്റെ ഒരു 1/4 ഭാഗം, ഇതേ നെയ്യ് ഒന്ന് സ്പൂണിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ തേങ്ങ ഇതുപോലെ ഇളക്കുന്നത്. തേങ്ങ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പാനിൽ ഇളക്കി കൊടുക്കില്ല, ജസ്റ്റ് തേങ്ങ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി മാത്രം. നെയ്യും തേങ്ങയും ഒന്ന് സ്പൂണിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടി മാത്രം, ആ സ്പൂണൊന്ന് ചൂടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം. നമ്മൾ എത്രത്തോളം പുട്ടുപൊടി എടുക്കുന്നോ അതനുസരിച്ച് തേങ്ങ എടുക്കുക കേട്ടോ. ഒരുപാട് തേങ്ങ ആയി പോരുത്. പുട്ടുപൊടി എടുക്കുന്നതിൻ്റെ ചെറിയൊരളവിൽ മാത്രം തേങ്ങ എടുക്കുക. പക്ഷെ തേങ്ങ കൂടുതൽ ചേർത്താലാണ് ഈ ഒരു പുട്ടിന് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക. തേങ്ങ ഡാർക്ക് ബ്രൗൺ ആയി പോരുത്, ഒരുപാട് ബ്രൗൺ ആയി പോരുത്. പിന്നെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം തേങ്ങ എപ്പോഴും നെയ്യിൽ വഴറ്റിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ക്യാരറ്റിലുള്ള നനവൊന്ന് മാറണം, ക്യാരറ്റിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടണം. ഇപ്പോൾ തന്നെ നന്നായിട്ട് കളർഫുള്ളായി വന്നിട്ടുണ്ട്. വലിയവർക്കാണെങ്കിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരളവിൽ മധുരം ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നെയ്യും ഈ ഒരു സ്റ്റേജും ഒഴിച്ചുകൂടാനാവാത്തൊരു സ്റ്റേജാണ് കേട്ടോ. അതെന്തായാലും നമ്മൾ ചെയ്യണം, ഇത് സ്കിപ്പ് ചെയ്യരുത്. അധിക സമയം വഴറ്റുകയും ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഈ പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്നുകൂടി അതൊന്ന് മിക്സായി വന്നോളും. നന്നായിട്ട് തേങ്ങയും പഞ്ചസാരയും ക്യാരറ്റും കൂടെ ഒന്ന് മിക്സായി വരണം. ഇനി നമുക്കിത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ തേങ്ങയും ക്യാരറ്റും ചേർന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇളം ചൂടോടുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും ചേർന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക.
ആ നെയ്യുടെ ടേസ്റ്റൊക്കെ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. പഞ്ചസാര എന്ന് പറയാനും മാത്രം പഞ്ചസാരയൊന്നുമില്ല, ചെറിയൊരളവിലെ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. പക്ഷേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി വരണം. ഈ ഒരു കളറ് കാണുമ്പോൾ തന്നെ കുട്ടികൾ എന്തായാലും ഈ ഒരു പുട്ട് കഴിക്കും കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുത്തോളൂ. ചെറിയൊരളവിൽ ക്യാരറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു പുട്ടുണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്യാം. പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് നമ്മൾ പതിവ് പോലെ പുട്ടുണ്ടാക്കുമ്പോൾ ചെയ്യുന്ന തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ തേങ്ങ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. തേങ്ങ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മിക്സിൽ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ, അതായാലും മതി. വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ പുട്ടുപൊടി, അടുത്ത ലെയർ തേങ്ങ ചിരവിയത്. ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ പുട്ട് മുഴുവൻ ഫില്ല് ചെയ്തെടുത്തു. നമ്മുടെ പുട്ടുകുറ്റിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് വേവിക്കാൻ വെക്കാം. സാധാരണ പുട്ട് വേവുന്നതിനേക്കാൾ 1.5 മിനിറ്റ് കൂടുതൽ വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ട് കുക്കായി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പുട്ട് കുക്കായി കഴിഞ്ഞു. നമുക്കൊന്ന് പുട്ട് കുത്തിയെടുക്കാം. നമ്മുടെ പുട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.